ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. അപ്പൊ നമുക്ക് നോക്കാല്ലേ? മുഖപരിചയമില്ലാത്ത ആരെ കണ്ടാലും ആ വിവരം എന്നെ അറിയിക്കണം. മനസ്സിലായോ? മനസ്സിലായി സാർ. ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പിന്നെന്താ പറയാ കണ്ടോ? അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവും. പറയടാ, നിനക്ക് എങ്ങനെ അതിന് ധൈര്യം വന്നു? ആരും ഞെട്ടണമെന്നില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ആരും ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഞെട്ടൽ. എന്റെ കേരളത്തിലെ, എന്റെ നാട്ടിലെ എന്റെ രാജാവ് വരിക. ഒരു കാടളകി വരുന്നുണ്ട്. രാജാവ് എത്ര കള്ളനാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും നമ്മൾ പ്രജകളാണ്. നമ്മൾ അടിയന്മാര് രാജാവിനെ വിഷമിപ്പിക്കാൻ പാടില്ല. എന്റെ അതുകൊണ്ട് രാജാവിന് ഇഷ്ടമല്ലാത്ത ഒരു കളർ നമ്മളിൽ കാണാൻ പാടില്ല. ജനിക്കാനും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കറുത്ത കുണ്ടി പോലും ഞാൻ പിന്നെ പെയിന്റ് അടിച്ച് വെളുപ്പിച്ചിരിക്കുകയാണ്. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട്. പൂർണ്ണമായിട്ടും എന്ത് പറയാൻ, ഞാൻ എനിക്ക് എന്റെ ഈശ്വരൻ തന്നിരിക്കുന്ന എന്റെ ശരീരത്തിന്റെ കളറ് മൊത്തവും തന്നെ ഞാൻ വെള്ളയാക്കിയിരിക്കുകയാണ്. നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെ പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങി. രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര ഞാൻ വരുത്തിയിരിക്കുകയാണ്. ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു അത് ഞാനാണ്. ഒരു അലവലാദികളും ഈ കസേരയിൽ ഇരുന്നിട്ടില്ല, ഞാൻ ഉൾപ്പെടെയുള്ള. ഏമാന്മാർക്ക് എഴുതി വിട്ടാ മാത്രം മതി. ആളെ പിടിക്കാൻ ഞങ്ങൾ കിടന്നോടാം. വരത്തില്ല സാർ, വരത്തില്ല, വരത്തില്ല സാർ, വരത്തില്ല, ഇല്ല സാർ, വരത്തില്ല. എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. വെള്ളമായിട്ടിരിക്കുന്നത് എന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു പാവാണ് സാർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധിയാണ്. അങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. ഞാൻ ഒറിജിനൽ പിടിക്കാറില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.